എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇതാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 37 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷിയോയാൻ യൂണറു അരീനയിലേക്ക് വന്ന് ഇന്ന് ഒരുപാട് പേരുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലിൻ അതിന് 20 പേരുടെ മാച്ച്, അതിൽ ആദ്യ ടോപ്പ് 5 അത് ആരാണെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇന്ന് ഇത്രയും പേര്. അപ്പോഴേക്കും ബായ്സൻ അങ്ങോട്ട് എൻട്രി കൊടുക്കുന്നു. എല്ലാവരുടെ ഒരു ആവേശം. ഷിയോയാൻ ഒരു ലുക്ക് അവന് കാണിച്ചു കൊടുക്കണം ഞാൻ ആരാണെന്ന്. യൂണർ അപ്പോൾ അവൻ വളരെ സ്ട്രോങ് ആണ്, മീറ്റ് ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിച്ചേക്കാനായിട്ട് പറയുന്നു. ഹുജിയ യോണറിന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ അവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷിയോയെ കുറ്റം പറഞ്ഞു പോകുന്നു. ഇവളുടെ എന്തായി ഈ രീതിയിൽ എന്ന് അവനും. ഹുജിയ അവിടുത്തെ ഒരു എൽഡറിന്റെ ഗ്രാൻഡ് ഡോക്ടറാണ്, മീൻസ് ചെറുമകള്. ഹെഡ് മാസ്റ്ററിന്റെ ആകണം, മീൻസ് ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ. അവള് വളരെ ദേഷ്യക്കാരിയാണ്. ഒരുത്തനെ കൊടുത്തപ്പോ അവളുടെ കൈ എന്റെ കവളില്. ഈ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ, അയാളെ ഡീൻ എന്ന് പറയാം. യഥാർത്ഥ ഹെഡ് മാസ്റ്റർ ഇതുവരെ കാണിച്ചിട്ടില്ല. യഥാർത്ഥ ഹെഡ് മാസ്റ്റർ അതാരാണെന്ന് വെച്ചാൽ മാങ് ടയൻഷി എന്നൊരാളാണ്. ഡീൻ വന്നിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. ഇപ്രാവശ്യം റൂൾസ് ചേഞ്ച് ആക്കാൻ പോകുന്നു. ആ ടോപ്പ് 20 പേരും ഗ്രൗണ്ടിലേക്ക് വരാനായിട്ട് പറയുന്നത്. ആർക്കൊന്നും മനസ്സിലായില്ല. അല്ലെങ്കിൽ പരസ്പരം മുൻപത്തെ പോലെയാണ് ഫൈറ്റ് ചെയ്യേണ്ടിരുന്നത്. ഒകാവോ ആദ്യം തന്നെ വന്നു, പിന്നെ അങ്ങോട്ട് കുറച്ച് പേര് വരുന്നു, ബായ്സ വരുന്നു, കുച്ചി വരുന്നു, അങ്ങനെ എല്ലാവരും. ഷിയോയാനും യോണറും അവരോട് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ 20 പേരുമായി. അപ്പോഴാണ് പറയുന്നത് ഇവരെല്ലാവരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. അത് കേട്ട് ഷോക്ക്, കാരണം കൂടെ ഉള്ളത് ഫ്രണ്ട്സായി കാണുമല്ലോ. അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾക്ക് ടീമാവാം ഒറ്റയ്ക്കും ആകാം. അവസാനം വരുന്ന 5 പേര് അവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട്. യൂണറിനോട് നമുക്ക് ടീമാകാം എന്ന് പറയുമ്പോൾ അവളതിനെ ബായ്സാൻ, കുച്ചിയ, ബുഹാവു ഇവർ 3 പേരാണ് ഫേമസ്. അവർ വളരെ സ്ട്രോങ് ആണ്, നമുക്ക് ചേർന്ന് ഫൈറ്റ് ചെയ്യാം. അതെന്താ നീ ഫേമസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് ഒരുപാട് പേര് എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ ഫ്ലവേഴ്സ് കാണുമായിരുന്നു. എന്നാൽ ഞാൻ ഓൾറെഡി ഒരാൾക്ക് കൊടുക്കാൻ വെച്ചേക്കാണ്. ഇന്ന് ഷിയോയെ ഇൻഡയറക്റ്റ് ആയിട്ട് പിന്നെ ഫൈറ്റ് തുടങ്ങി. ആദ്യം എല്ലാവരും ഒന്ന് സ്റ്റക്കായി നിൽക്കുവാണ് എവിടെ തുടങ്ങണമെന്ന്. എന്നാൽ പിന്നെ അങ്ങോട്ട് കൂട്ടടിയായി. അതങ്ങനെ പോകുന്നു. 3 ഫേമസ് ആയവരും സിമ്പിളായിട്ട് നിൽക്കുവാണ്. യൂണർ എന്നോട് നമുക്ക് വെയിറ്റ് ചെയ്യാം, നല്ലൊരു ടൈം ഇട്ടിട്ട് എന്ന് പറഞ്ഞ് നൽകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ 2 പേരും കൂടെ ചേർന്ന് ഓരോരുത്തർ അടിക്കാനായിട്ട് തുടങ്ങി. അവിടെ ഉള്ള ആൽക്കമിസ്റ്റ് എൽഡറാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയുന്നത് ഇങ്ങനെയെങ്കിൽ അവരുടെ ട്രൂ സ്ട്രെങ്ത് അത് പുറത്ത് കാണിക്കും, അവരുടെ ഉള്ളിലെ ഫിയർ അതുണ്ടാകും, മുൻപിൽ മാത്രമല്ല പിറകിലും ഉണ്ട് എന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. ഇതേ സമയത്ത് അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ. അവരെ അടിച്ച് ഒതുക്കുമ്പോൾ ബായ്സൻ റെഡി എന്നാൽ തുടങ്ങാം. ബായ്സൻ അവരുടെ ആൾക്കാരോട് യൂണറിനെ അവന്റെ അടുത്ത് വരുത്താതെ രീതിയിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. പിന്നെ അവൾക്കൊന്നും പറ്റരുത് എന്നോട് പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് അവര് പോയി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ഉറച്ചു പോകുന്നു. ബായ്സൻ തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇറങ്ങി. ഇവൾ യൂണർ 3 പേരെ എതിർക്കുകയാണ്. ബായ്സൻ അവനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ലൂമിനെ തോൽപ്പിച്ചതുപോലെ ബാക്കിയുള്ളവരെ ചെയ്യാൻ കഴിയുമെന്നാണോ? അവനെ തോൽപ്പിച്ചെന്ന് കരുതി പ്രൗഡാകണ്ട, അവനേക്കാൾ സ്ട്രോങ് ആയ ആൾക്കാർ ഈ അക്കാഡമിയിലുണ്ട്. സംഭവം ഫൈറ്റൊക്കെ എന്തോ ഡയലോഗ് അടിച്ച് പോകുന്നുണ്ടെങ്കിലും ബായ്സൻ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് പോലെയാണ്. യൂണർ ഇതേ സമയത്ത് ഓരോരുത്തന്നെ സൈഡ് നോക്കി. നിന്റെ മുൻപിൽ എന്നെ തോൽക്കാൻ സമ്മതിക്കില്ല, യൂണറിന്റെ മുൻപിൽ നിനക്ക് നൽകാൻ യോഗ്യത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ സ്പീർ അത് കറക്കാനായിട്ട് തുടങ്ങി. ഇതെന്താ ഹെലികോപ്റ്ററോ എന്ന് തോന്നും. അവന്റെ കൾട്ടിവേഷൻ എർത്താണ്. അത് വെച്ച് തന്നെ അടുത്തുള്ളവൻ വീണ്. ശിവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ റൂളർ വെച്ച് അത് ബ്ലോക്ക് വാങ്ങി. ഒരു എക്സ്പ്ലോഷൻ പോലെ. അവരെന്താ എന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ പറ്റില്ല. അതുകൊണ്ട് ഷോക്ക്. യൂണറിന് ടെൻഷനായി. അതെങ്ങനെയാണ് ബ്ലോക്ക് ചെയ്തതെന്നാൽ ഹെവൻലി ഫ്ലെയിം വെച്ച്. ഹെവൻലി ഫ്ലെയിമാണ് ഇവയെ ഉറപ്പായി എന്റെ ഡിവിഷനിൽ വേണം എന്ന് ഉറപ്പിച്ച് ചെയ്യേണ്ടത്. നിന്റെ കഴിഞ്ഞു, ഇനി എന്റെ ചാൻസ് ആണ് എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അടിക്കണമെന്ന്. അവന്റെ സ്പീഡാണെങ്കിൽ മുൻപത്തേക്കാൾ വളരെ ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബായ്സന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ റൂളർ അതിന്റെ വെയിറ്റ് എന്നത് വളരെ കൂടുതലാണ്. അതില്ലാത്തപ്പോൾ അവന്റെ ട്രൂ സ്പീഡ് കണ്ടു എന്ന് അവര്. എന്നാൽ ഇത് കാരണം അവന്റെ ലെവല് അടുത്ത ലെവലിലേക്ക് കയറാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ പ്രൊമോട്ട് ആകാനായിട്ട് തുടങ്ങി. പറഞ്ഞൊന്ന് ഇപ്പോൾ അവൻ മെഡിറ്റേഷൻ ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ ഉള്ളിൽ സൈഡ് എഫക്റ്റ് പോലെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് ചെയ്യാൻ നിന്നാൽ അവർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവൻ പുറത്തു പോകണം എന്നൊക്കെ എൽഡേഴ്സിന്റെ സംസാരം. ഇതാണ്ട അവസരം എന്ന പോലെ ബായ്സൻ. ഇത് യൂണർ കണ്ടിട്ട് അവരെല്ലാവരെയും അടിച്ച് സൈഡാക്കി. എന്നിട്ട് അവന്റെ അടുത്ത് എത്തി. ഷിയോയോട് ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യാം. അവൻ ഓക്കെ, വേറെ വഴിയില്ല. ബായ്സ യൂണറിനെ അറ്റാക്ക് ചെയ്യില്ല, ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഹുജിയെ യുഹാവോനെ വിളിച്ചിട്ട് ഷിയോയൻ പ്രൊമോട്ട് ആകുകയാണ്. അവൻ നമ്മളെക്കാൾ സ്ട്രോങ് ആവും ഇത് കഴിഞ്ഞ്. ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അവൻ ടോപ്പ് 5 കയറാൻ സമ്മതിക്കരുത്. 3 പേരും അവര് സ്ട്രോങ് ആണ്, അവരെക്കാൾ സ്ട്രോങ് ആയവരാകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അവന് കൂടെ കൂടി. ഇപ്പൊ അവരെ അവരുടെ ആൾക്കാരെ എതിർക്കാൻ യൂണർ മാത്രം. എങ്കിലും അവളെ ആരും ഒന്നും തന്നെ ചെയ്യാൻ ആഗ്രഹമില്ല, കാരണം എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. അവർക്ക് എനിമി എന്നത് ഷിയോയൻ. അവളോട് ഇപ്പൊ മാറിപ്പോ നമ്മൾ ഒരു പ്രശ്നത്തിനും വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്നാ
അവൾ സമ്മതിക്കുന്നില്ല. സിയോയൻ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ കളി മാറൂ എന്ന് എൽഡേഴ്സിന്റെ സംസാരം. ആൽക്കമിസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ നിന്റെ ഊള പ്ലാൻ കണ്ടില്ലേ ഇപ്പോൾ എന്തായെന്ന്, അത് പിന്നെ റൂൾസ് അതായി പോയില്ലേ എന്ന് ഡീൻ നമ്മളോട് ക്ഷമിക്കി എന്ന് പറഞ്ഞ് സിയോയനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ഇപ്പോൾ ഹ്യൂണറിന്റെ ട്രൂ സ്ട്രെങ്ത് അത് പുറത്തെടുത്തു. ഒറ്റയടിക്ക് ആദ്യം വന്ന എല്ലാവരെയും നോക്കൗട്ടാക്കി. ഊഹാവോനെ ഒറ്റയടി അവൻ തന്നെ ഷോക്കായി പോയി. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും. യൂണന്റെ യഥാർത്ഥ സ്ട്രെങ്ത് ഇപ്പോഴാണ് അവർ കാണുന്നത് തന്നെ. അതുപോലെ തന്നെ ഹുജിയ വന്ന് അവളെ അറ്റാക്ക് ചെയ്തു തടഞ്ഞ് വായിച്ച വരുമ്പോൾ അവനെ ചവിട്ടി. അങ്ങനെ ഓരോരുത്തരെയും അടിക്കുമ്പോൾ അടുത്ത ആള് സിയോയനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുവാണ്. ഒറ്റാൾ പോരാട്ടം എന്ന പോലെ മൂന്നിനെയും ഒരുമിച്ച് അറ്റാക്ക്. അതങ്ങനെ പോകുന്നു. ഒരു നിമിഷം യൂണർ അടിക്കുന്ന സമയം ബായ്സൺ സ്പിയറും കൊണ്ട് വന്നു. എന്നാൽ അപ്പോഴേക്കും യൂണർ ഇടയിൽ കയറി ജസ്റ്റ് മിസ് അവൻ അപ്പോൾ തന്നെ മാറ്റി. എങ്കിലും കയ്യിൽ ചെറിയ പരിക്ക് പറ്റി. അവളെ പരിക്കേൽപ്പിച്ചത് കണ്ട് മറ്റേ രണ്ടുപേർക്ക് ദേഷ്യമായി. അറിയാതെയാണ് സിയോയനാണ് ടാർഗറ്റ് ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കഴിഞ്ഞ് നിനക്ക് കാണിച്ചു തരാം എന്ന് അവരും. എന്നാൽ യൂണർ പിന്നെ ദേഷ്യത്തിലെ ഒരു പവർഫുൾ സ്കില്ല് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. സീക്രട്ട് ടെക്നിക്കാണ്. എന്നാൽ അപ്പോഴേക്ക് സിയോയൻ എഴുന്നേറ്റ് അവള് അത് ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല. കാരണം അതിന്റെ സൈഡ് എഫക്റ്റ് വളരെ വലുതാണ്. ഫസ്റ്റ് സീസണിൽ കണ്ടതാണ്. അവൻ പിന്നെ എതിർക്കാനായിട്ട് നിൽക്കുമ്പോൾ നീ നമ്മുടെ അറ്റാക്ക് തടയാൻ നോക്കുക എന്ന് പറഞ്ഞ ബായ്സൻ എന്റേത് ഇത് കഴിഞ്ഞ് നോക്കാം എന്ന് രണ്ടുപേരും കൂടി യൂണറിനെ പരിക്കേൽപ്പിച്ചതുണ്ട്. എന്നാൽ സിയോയൻ അതിനെ കഴിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ റെഡി. എന്നാൽ സിയോയൻ അപ്പോഴാണ് ആ സീക്രട്ട് ടെക്നിക്ക് ഗ്രീൻ ലോട്ടസ് ചേഞ്ച് അതെടുത്തു. അതിന്റെ എഫക്ട് എന്നത് വളരെ വലുതായിരുന്നു. അതിനേക്കാൾ പവർഫുൾ ആണ് എന്ന രീതിയിൽ 3 എണ്ണം കൂടി സ്ട്രെങ്ത് എടുത്ത് നിൽക്കുന്നു. എന്നാൽ നേരെ വന്നു 3 അടിക്കുന്നു. അവന്റെ സ്ട്രെങ്ത് ഇപ്പോൾ ഒരു ഡവ് സ്പിരിറ്റ് ആണ്. ഇത് കുറച്ചു നേരമേ കാണൂ. അവരെ ഇതുകൊണ്ട് കഴിയുമോ എന്നാണ് എൽഡേഴ്സ്. യൂണറിനെ മുറിവ് ഏൽപ്പിച്ചു. അതെനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ് ബുദ്ധ ലോട്ടസ് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ എഫക്റ്റ് ചെറുതാണ് എങ്കിലും അവരെ അറ്റാക്ക് സ്ട്രെങ്ത് ഒക്കെ എടുത്ത് ആൽക്കമിസ്റ്റ് മാസ്റ്റർ അപ്പോൾ തന്നെ ഷോക്കുമായി. കാരണം അതിന്റെ എഫക്റ്റ് എന്നത് അത്രയ്ക്കും വലുതായിരുന്നു. അവനപ്പോഴേക്കും ഉണ്ടാക്കിയെടുത്ത് നേരെ എറിഞ്ഞു. അവരും വന്നു എന്ന കാര്യമുണ്ടായില്ല. എക്സ്പ്ലോഷനായി അവിടെ മുഴുവൻ തകർന്നു. ഒരു താമരയും വിരിഞ്ഞു. എൽഡേഴ്സ് ആണെങ്കിൽ അതിൽ ലോട്ടസ് പവറാണ്. അവനത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്നറിഞ്ഞതിൽ അതിശയം. അവിടെ നോക്കുമ്പോൾ അവർക്ക് നല്ല പരിക്ക് പറ്റി. സിയോയനെ കാണാത്തപ്പോൾ അവൻ വീണു എന്ന് പറഞ്ഞ ബായ്സൻ. എന്നാൽ അങ്ങനെയാവില്ലല്ലോ. നേരെ വന്ന് ഒറ്റയടി. അതുപോലെ തന്നെ 3 അങ്ങനെ അവരുടെ കാര്യം തീരുമാനമായി. തോൽവി സമ്മതിക്കാനായിട്ട് പറയുമ്പോൾ അവർക്കും വേറെ വഴിയില്ല. സമ്മതിച്ചു. അങ്ങനെയാണ് അത് കഴിഞ്ഞത്. ടോപ്പ് 5 5 പേർക്കും യോഗ്യതയായി. ബായ്സനാണെങ്കിൽ ഈ നാണം കെട്ടത് ഉറപ്പായി ഞാൻ പവരെ നൽകും എന്ന രീതിയിൽ എല്ലാവരും സിയോയനിൽ ഇംപ്രസ്സായി. ഫാൻസായി. വുഹാബ് മാത്രം നീ വളരെ സ്ട്രോങ് ആണ്, ഞാൻ വിചാരിച്ചില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഹുജയ്ക്ക് പിന്നെ പറയണ്ട. ഈ സമയത്ത് യൂണർ അവന്റെ ലാസ്റ്റ് അറ്റാക്ക് പറഞ്ഞു വരുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സിയോയെ ജയിച്ചു എന്നത് പറഞ്ഞ് ഷാവുമി ഫ്രണ്ട്സും സിയോയനെ കണ്ട് ഹായ് കാണിച്ച് അവൾക്ക് എന്തോ സങ്കടമുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് അവളോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നത്. അവളും ഒക്കെ പറഞ്ഞ കൂടെ പോയി. അവരുടെ ക്ലാനിനെ പറ്റിയ സംഭവം അതെല്ലാം പറഞ്ഞു. ഇവിടെ നീ നിൽക്കുന്നതാണ് സേഫ്, ഫാമിലിയിലേക്ക് പോകണ്ട എന്ന് പറയുവാണ്. അവൾക്കുള്ളിന്റെ സങ്കടമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ചെറുപ്പത്തിൽ നമ്മൾ എന്തോ കാണിച്ചു എന്ന് കരുതി അതോർത്ത് നിൽക്കണ്ട, നീ ഇപ്പോഴും എന്റെ കസിൻ തന്നെയാണ്. അവളത് കേട്ട് ഹാപ്പി. അത് കഴിഞ്ഞ് 5 പേരെയും ഡീൻ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവരുടെ ലൈബ്രറിയിലേക്ക് പോകുന്നു. അവിടെ ഇതുവരെ വന്നിട്ടില്ല. സിയോയൻ അവിടെ സോണിക് വേവ് ടെക്നിക്ക് അതുകൊണ്ടൊന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിന്റെ വിധി ഏതാകുമെന്ന് നോക്കണം. അതത് അങ്ങനെ ഒരു ടാസ്ക്. അവരെ 2 തൂണിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ 2 സ്റ്റാച്ചു ഉണ്ട്. അതാരാണെന്നാൽ അവിടുത്തെ ഗാർഡിയൻസ് ആണ്. വൈലി ക്യുവാമോ എന്നാണ് അവരുടെ പേരുകൾ. അവരുടെ സ്റ്റുഡൻസ് ആ കോമ്പറ്റീഷനിൽ ടോപ്പ് 5 കയറി അവർക്ക് വേണ്ട ഗ്രന്ഥമെടുക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ആ പ്രതിമ അതിന് ചലനം ഉണ്ടാകാൻ തുടങ്ങി, അല്ലെങ്കിൽ ജീവൻ വെച്ചു. ഈ സമയത്ത് തന്നെ മാസ്റ്റർ കണക്ഷനും കട്ടാക്കി. അതിൽ സിയോയെ വിളിക്കുമ്പോൾ അവരുടെ പേരൊക്കെ പറയുന്നു. അപ്പൊ മൈൻഡില് സിയോയിൽ ഒരു ഹെവൻലി ഫ്ലെയിം ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാനും പഠിച്ചു. ബുദ്ധ ലോട്ടസ് അതവൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണ്ട സകല കാര്യങ്ങളും പറയൂട. അത് കേട്ട് ഷോക്കായി പോയി. ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ല. ഒറ്റ നോട്ടത്തില് എല്ലാം കണ്ടുപിടിച്ചു. അവരുടെ ലെവൽ എത്ര എന്ന് പറയുന്നില്ല. ഏകദേശം ഒരു ഡവ് സോങ് ഉണ്ട്. നോവലിലുള്ളത് 9 സ്റ്റാർ ഡവ് സോങ് ആണ്, അല്ലെങ്കിൽ 9 സ്റ്റാർ ഡവ് ആൻസെസ്റ്റർ. അവരാ വാതിൽ തുറന്നു. അപ്പോഴാണ് സ്പേസ് ലോക്ക് അതുണ്ടാകുന്നത്. അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡവ് വെനറേറ്റ് ഉണ്ടാക്കിയതാണ് ഇത്. അതിനുള്ളിലാണ് ലൈബ്രറി. 2 എൽഡേഴ്സ് ഒരു സ്പെഷ്യൽ മെത്തേഡിലൂടെ ഒരു മെത്തേഡിലൂടെ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡവ് വെനറേറ്റിന് പോലും ഇത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവരുടെ അകത്തോട്ട് പോകാനായിട്ട് പറയുന്നു. അവരും കയറി പോകുന്നു. അതിനുള്ളില് മറ്റൊരു ലോകം തന്നെയായിരുന്നു. അവിടെ വിശാലമായി കിടക്കുന്ന ലൈബ്രറി. അപ്പോൾ തന്നെ ഒരു ഫോർമേഷൻ പോലെ അതൊരു ടൈമാണ്. അവരെ പൊക്കാനായിട്ടും തുടങ്ങി. അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് ട്രഷർ കാണും. അതിന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് എടുക്കുക. എനർജി ഫോഴ്സ് ഉണ്ടാകും.
അതുകൂടി നോക്കണം. കുറച്ച് ടൈമുകളിൽ ഈ ഫയർ അത് അവസാനിക്കുന്നതിന് മുമ്പ് എടുത്ത് തീർക്കാൻ നോക്കുക എന്ന് പറയുവാണ്. അവര് നോക്കാനായിട്ട് തുടങ്ങിയ ഒന്നും തന്നെ കാണത്തില്ല. പെട്ടതാണ് എന്തൊരു വ്യത്യാസം. അതവൾ പിടിച്ചു. പർപ്പിൾ തണ്ടർ സ്ക്രോളാണ്. അതവൾ എടുക്കുമ്പോൾ സിമ്പിളായിട്ട് വന്ന് എനർജി ബാരിയർ അത്ര സ്ട്രോങ് അല്ല എന്ന് വായിച്ചാനും. എന്നാൽ അത് അവൾക്ക് വേണ്ടാത്തതായി കൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ച് കളഞ്ഞു. മീൻസ് അത് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ കൊടുത്തു. അവളാണ് ഭാഷാൻ എന്തോ നീട്ടുന്നത്. കിട്ടി എന്ന് ഹാപ്പി ആയിട്ട് പറഞ്ഞ് അത് എടുക്കാൻ നോക്കി. എന്നാൽ അവനായിക്കൊണ്ട് ആ എനർജി ബാരിയർ വളരെ സ്ട്രോങ് ആയിരുന്നു, തെറിപ്പിച്ച് കളഞ്ഞു. ഷിയോയനപ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് പോകാം, ആവശ്യമുള്ളത് കിട്ടിയാൽ പറയാനായിട്ടും പറഞ്ഞ് രണ്ടൊഴി പോയി. അവന് അതിന്റെ എനർജി കൂടിയത് ഏതിനാണ് എന്ന് സോൾ പവർ വെച്ച് നോക്കുവാണ്. അതിലേറ്റവും പവർഫുൾ ആയ ഒന്ന് കണ്ടിട്ട് അതിനെ പോയി പിടിക്കാൻ നോക്കി. ഈ സമയത്ത് ഭാഷാനോട് രണ്ടുപേരും അതിന്റെ പുറകെ പോകുന്ന അത് വെട്ടിച്ചു പോയി. എന്ന അവസാനം ഷിയോയനെ കിട്ടി. സോറി ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് അതുകൊണ്ട് യൂണറിന്റെ അടുത്തേക്ക് പോയി കൊടുത്തു. എന്തോ ഒരു ഫയർ ടെക്നിക്കാണ്, അത് നിനക്ക് കഴിയുമെന്നാണോ എന്ന് പറഞ്ഞു ഭാഷാൻ. അവൻ നോക്കി ആദ്യം പാടുവിട്ടു. എന്നാൽ അത് എനർജി ബാരിയർ അതും ബ്രേക്കാക്കി അവനെടുത്തു. അവന് ഷോക്ക്, കാരണം അവന് കഴിഞ്ഞില്ലല്ലോ. അത് അവൾക്ക് കൊടുത്തു. അത് അവൾക്ക് ഉപകാരമുള്ളതാണ്. എന്നാൽ അവന്റെ കിട്ടാത്തത് പറയുമ്പോ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, നീ കൂടെ നോക്ക് എന്ന് പറഞ്ഞ് അവള് കൽപ്പിച്ചതിനേറ്റ് പോയി. എല്ലാവരും ഇതേ സമയത്ത് നോക്കി ആവശ്യമുള്ളത് വേണ്ട, അല്ല വേണം, അല്ലാത്തത് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞു. അവന് ഒരുപാട് നേരം ആ മൈൻഡ് അത് വെച്ച് എനർജി ഫോഴ്സ് അത് നോക്കുന്നു. ഒരുപാട് നേരം നോക്കിയിട്ട് കാണുന്നില്ല. ഇതേ സമയത്ത് ബാക്കിയുള്ളവർക്ക് ആവശ്യമുള്ളത് കിട്ടുകയും ചെയ്തു. സമയം കുറഞ്ഞു വരുന്നു. ഷിയോയനാണെങ്കിൽ ഇതുവരെയും കണ്ടുപിടിച്ചില്ല. യൂണറിനെ ടച്ചിട്ടായി. ഭാഷാൻ അവസരം കിട്ടുമ്പോൾ കുറെ പറയുന്നുണ്ട്, അവ ഇതുവരെ എടുത്തില്ലേ എന്ന് ഹുജിയ മനസ്സിൽ പറഞ്ഞിട്ട് പോയി. കാരണം ടൈം തീരാറായി. പെട്ടെന്നാണ് ഒരു സൗണ്ട് വേവിന്റെ എനർജി ഫീൽ ചെയ്തേ. എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു ഗോൾഡൻ കളറിലുള്ളത് അത് പോവാണ്. അതിനെ പിടിക്കാനായിട്ട് നോക്കി, എന്നാൽ കഴിയുന്നില്ല. മുൻപത്തെ പോലും അവര് അത്ര പാടുവിട്ടില്ല. എന്നാൽ ഇത് പിടിപോലും തരുന്നില്ല. കാരണം ഇതിന്റെ എനർജി ഫോഴ്സ് എന്നത് വളരെ സ്ട്രോങ് ആയിരുന്നു. ഒരുപാട് നേരം പിറകെ പോകുന്നു. സമയം കുറഞ്ഞു വരുന്നു. അവർക്ക് ടെൻഷനായി. പായസന് കാപ്പി അങ്ങനെ അത് തീരാറായ അവസാന ഫയർ എത്തുമ്പോൾ അവനത് പിടിച്ചു. എന്നാൽ പിടിച്ചാൽ മാത്രം പോരല്ലോ, അതിൽ നിന്ന് അത് ഗ്രന്ഥമെടുക്കണം. അവൻ നോക്കി, എന്നാൽ അത് പറ്റുന്നില്ല. അത് കണ്ട് യൂണർ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നു. അവളുടെ കൈ അതിലോട്ട് വയ്ക്കുന്നു. അപ്പോഴേക്ക് സമയം കഴിഞ്ഞിരുന്നു. പിന്നെ എന്തായെന്ന് കാണിച്ചില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.